നമസ്കാരം, വിനീഷ് തോട്ടപ്പള്ളി. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് വീശാൻ പഠിപ്പിക്കുന്ന വീഡിയോകൾ. നമ്മളിൽ വീശാൻ വേണ്ടി പലരെയും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ വീശുവല എടുക്കുന്നിടത്തുള്ള കാര്യങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാൻ. യഥാർത്ഥത്തിൽ വീശുവല അതായത് ആദ്യമായിട്ട് വീശുന്നവർക്ക് എങ്ങനെയാണ് ഒരു വലയെടുത്ത് വീശേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഏത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം തൊട്ട്, അതായത് എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നത്. അപ്പോൾ നമ്മൾ വലയെടുത്ത് വീശേണ്ടത് എങ്ങനെയാണെന്ന് പല വീഡിയോകളും പലരും പറഞ്ഞു കൊടുക്കുന്നത് പല രീതിയിലാണ്. ആദ്യമായിട്ടൊരു വല മേടിച്ച്, അതായത് ഒരു വെള്ളപ്പൊക്കവും മറ്റുള്ള കാര്യം മഴയൊക്കെ ഊത്താൾ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ആ വലയെടുത്ത് എങ്ങനെയാണ് വീശേണ്ടത്, അപ്പോൾ ആ വല എങ്ങനെയാണ് എടുക്കേണ്ടത്, ആ വല ഏത് രീതിയിലാണ് നമ്മുടെ കൈത്തണ്ട എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഏത് വലം കൈയോ ഇടം കൈയോ ആയിക്കോട്ടെ, അപ്പോൾ അതിന് ഈ കൈത്തണ്ടയിലിട്ട് വീശെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വല എടുക്കേണ്ട രീതികൾ എങ്ങനെയാണ്, വല വീശിയാൽ എങ്ങനെ വിരിയും, അത് ആദ്യമായിട്ട് വീശുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പം ഞാൻ കാണിച്ചു തരാം. വലയെടുത്ത് എങ്ങനെയാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് വിരിച്ച്, ആദ്യമായിട്ട് വീശുന്നവർക്ക് പോലും ആ വല വളരെ ഭംഗിയായിട്ട് വീശത്തക്ക രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കണം വലയെടുക്കുന്നത് എങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം. ഈ സാധനത്തിന് പറയുന്ന പേര് ഒരു ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ സാധനമൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട്, ഈ റോപ്പ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇണക്കിയ വലയാണ്. അപ്പോൾ ഈ വല നമ്മൾ വലത്തെ കയ്യിലാണ് ഇട്ട് ശീലിക്കുന്നതെങ്കിൽ വലത്തെ കയ്യിലിടുക, ഇടത് കയ്യിലാണെങ്കിൽ ഇടത് കയ്യിൽ ഇങ്ങനെ അത് ടൈറ്റായിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ സാധനം കണ്ടോ ഇങ്ങനെ നമുക്കൊന്നുമില്ല. അപ്പം ഇതാണ്ട ഈ സാധനം കണ്ടല്ലോ, ഒരു റൗണ്ട് പോലൊരു സാധനം കാണിക്കുന്നു കേട്ടോ. ഇതിനെ പറയാം തൊടുവളയനെന്നാണ്. അപ്പോൾ ഈ തൊടുവളയനകത്തോട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഇട്ട് വീശിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടത്തില്ല. അപ്പം അതിനൊരു ഇതുണ്ട്, അതായത് ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന് ചുരുക്കുകാലം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ചെറിയ നാരുകൾ, അതായത് നൈലോൺ നൂലാണ്. അപ്പോൾ ഇത് എന്താണ്, ഇതിന് ചുരുക്കുകാലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചുരുക്കുകാലം നമ്മൾ പല വലയ്ക്കും പല രീതിയിലാണ്. ഇപ്പം ഞാനിപ്പോൾ 24 ചുരുക്കുകാലാണ് എൻ്റെ വലയ്ക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വല നമ്മൾ കറക്റ്റായിട്ട് കണ്ടതേ ഇതിട്ടിട്ട് നമ്മളിവിടെ എല്ലാം കൂടെ കൊരുത്ത് കെട്ടിയേക്കുന്നുണ്ട്. അതായത് മാഞ്ഞാണവും വലവും ചുരുക്കുകാലുമായിട്ട് കൊരുത്ത് കെട്ടിയേക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. ആ ഭാഗത്തിൻ്റെ ഏകദേശം ഇത്രയാകാവുള്ളൂ, ഒരുപാട് താട്ടിറങ്ങരുത്. ഈ രീതി വെച്ചിട്ട് ഈ തള്ളവിരലുണ്ട്, ഈ തള്ളവിരൽ ഉപയോഗിച്ച് നമ്മളിവിടെ പിടിക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിക്കണം. എന്നിട്ട് ഈ സാധനം നമ്മൾ അതിലുണ്ട് ഇങ്ങനെ നിവർത്തി പിടിക്കും. അപ്പോൾ നമ്മൾ പഴയ വലയിലൊക്കെ ആണെങ്കിലും പുതിയ വലയിലാണെങ്കിലും ഈ ചുരുക്കുകാലുകളെല്ലാം അവിടെ കുരുങ്ങിക്കിടക്കും. അപ്പം ആ ചുരുക്കുകാലിലൂടെ ആദ്യം കുരുക്ക് മാറ്റണം. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നമ്മൾ ഇങ്ങോട്ട് വല ഇങ്ങോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ഇതിനെ കാണിച്ച് ഇത് കണ്ടതേ, ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കാൻ നേരത്ത് ഈ ചുരുക്കുകൾ മൊത്തം കണ്ടോ, അത്രയും ചുരുണ്ടിരുന്ന സാധനം ആ ചുരുക്കുകാൽ മൊത്തം നൂറുന്നു കണ്ടോ. ഇപ്പം എല്ലാം നൂറുന്നു, ഏകദേശം ലെവലായി. അത് നമ്മൾ നേരെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആദ്യം വല ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ, അതായത് ചിലർക്ക് വലിയ രീതിയിലായിരിക്കും പിടിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ എൻ്റെ കൈയുടെ നീളം വെച്ചിട്ട് ഞാനിങ്ങനെ പിടിക്കേണ്ടത് കേട്ടോ. തൊടുവളനകത്താക്കത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒരു മടക്കത് കണ്ടോ ഇങ്ങനെ പിടിക്കുക കണ്ടോ. ഒരു മടക്ക് നമ്മൾ ഇങ്ങനെ പിടിക്കണം. അടുത്ത രണ്ടാമത്തെ മടക്ക്, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വെച്ചാണ് ഒരു വല വീശുന്നതിൻ്റെ രീതി. രണ്ടാമത്തെ വല നമ്മൾ കണ്ടോ, ഈ രണ്ട് മടക്ക് ഞാൻ മടക്കിയപ്പോഴും എൻ്റെ കയ്യിൽ ഒതുങ്ങി കണ്ടോ. കൃത്യമായിട്ടല്ലേ. മൂന്നാമത്തത് നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പിടിക്കുക. അതായത് ഈ വല ഇങ്ങനെ കറക്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണം കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ കൃത്യം നമ്മുടെ കയ്യിലായി വല, മനസ്സിലായി. ഇതിപ്പോൾ നമ്മുടെ എൻ്റെ ആ ഒരു കൈക്കകത്ത് ഈ വല ഒതുക്കത്തെ രീതി ഞാൻ പിടിച്ചു. എൻ്റെ ഈ തള്ളവിരലും എൻ്റെ മറ്റുള്ള വിരലുമായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ഒതുക്കി പിടിച്ചു. ഇനി അതിനുശേഷം ഈ വല നമ്മൾ എന്ത് ചെയ്യണം, എവിടെ നിന്നാണോ വീശാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു തുമ്പ്, വലയുടെ ഒരു തുമ്പ് എടുത്ത് ഇങ്ങനെ കൊണ്ട് വെക്കണം കേട്ടോ.
അതിനുശേഷം ഇത് കുഴി കിടക്കും അതെ, അത് നമ്മൾ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ കൊണ്ട് മാറ്റി. ഇവിടെ കുഴി കിടക്കും, അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കും. ഒരു കുഴപ്പമില്ലാത്ത രീതി നമ്മൾ കൃത്യമായിട്ട് എടുക്കും. നമ്മളിത് ഈ സാധനം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഈ വലയുടെ വെയിറ്റ് ഉണ്ട്. ചില വലയ്ക്ക് ചിലപ്പോൾ 4 കിലോ, 4.5 കിലോ, 3 കിലോ, 3.5 കിലോ, അങ്ങനെ ഒരു മുഴം വലയ്ക്ക് ഇത്രയാണ് എൻ്റെ കണക്ക്. അതായത് എന്തുവാ, അപ്പോൾ 7 മുഴം വലയ്ക്ക്, അതായത് അര കിലോ മണിയാണ്. ഒരു മുഴം വലയ്ക്ക് 1/2 കിലോ മണി വീതമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വല നമ്മളിത് ഇതുണ്ടോ ഒന്ന് ഇങ്ങനെ കൊണ്ട് എടുക്കണം. പകുക്കാൻ 3ആയിട്ട് പകുത്തെടുക്കാൻ പോയി ഉണ്ടോ. ഇതിപ്പോൾ ഒരു മിനിമം. അതിനുശേഷം ഇപ്പം നമ്മുടെ കൈത്തണ്ടയിൽ എന്തും വേണ്ടി വെയിറ്റാണോ കിടക്കുന്നത് അത്രയും വെയിറ്റ് നമ്മൾ ഇവിടുന്ന് എടുക്കണം. ഉണ്ടോ, ഫ്രണ്ടിൽ നിന്ന് എടുക്കുക. ഉണ്ടോ, അപ്പോൾ 3 ഭാഗങ്ങളായി. അതായത് എൻ്റെ മുട്ടയിൽ ഒരു ഭാഗമായി, അതേ മുട്ടിൻ്റെ എത്തും വേണ്ടി വെയിറ്റ് ആണോ അത്രയും വെയിറ്റിൽ എൻ്റെ ഈ കയ്യിലായി. അപ്പോൾ വല നിൽക്കുന്ന ഇപ്പോൾ ഉണ്ട്. അതേ കണ്ടോ, ഈ വലയുടെ രീതി മനസ്സിലായിരുന്നു. വല നിൽക്കുന്ന രീതി ഉണ്ട്. ഇങ്ങനെ പിടിച്ച് നമ്മൾ നിന്ന് വീശുന്നവരുണ്ട്. അതായത് ഇങ്ങനെ നോക്കിയതേ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ആഞ്ഞിട്ട് വീശുന്നവരുണ്ട്. അത് വേറൊരു രീതിയാണ്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിന്നുകൊണ്ട് കറങ്ങി വീശുന്ന രീതിയാണ്. ഇവിടെ ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ആ വെയിറ്റ് കറക്റ്റാണ്. അവിടെ അഴുക്കൊന്നും ഇല്ല. അവന് പറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ 3 പൊസിഷൻ നമ്മൾ ഈ സാധനം വല എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം ബാലൻസ് ചെയ്ത് നിൽക്കുക. ബാലൻസ് ചെയ്യുന്ന ഈ നമ്മൾ ഒരു കാല് ഫ്രണ്ടിലും, കാല് കാണിക്കണം, ഒരു കാല് ഫ്രണ്ടിലും ഒരു കാല് ബാക്കിലുമായിട്ട് വേണം നിൽക്കുക. എന്നാലും നമുക്ക് ആ വീശുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ നിൽക്കാൻ പറ്റും. ഉണ്ടല്ലോ. അപ്പോൾ ഈ പൊസിഷൻ നിൽക്കുക. വലയുടെ രീതി കണ്ടോ, കറക്റ്റ് ഓവൻ വെയിറ്റ് എല്ലാം ഒരേ സെയിം വെയിറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ പൊസിഷൻ നിൽക്കുക. എന്നിട്ട് ഒരു കറക്കം കറങ്ങുന്ന രീതി എന്ന് പറയുന്ന രീതിയാണ് അത്. ആദ്യം വല മുന്നോട്ടൊന്ന് ആയുക. അതായത് വല കണ്ടോ, വല വിരിഞ്ഞുണ്ടോ, വല കൃത്യമായിട്ട് വിരിഞ്ഞ് വീണുണ്ടോ. ഓരോരുത്തരും പല രീതിയിലാണ് വീഡിയോ കാണിക്കുക. അത് ആദ്യമായിട്ട് പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് ആ വല ചിലപ്പോൾ ഒരു 10,000-5,000 രൂപ കൊടുക്കണം ഇപ്പോൾ ഒരു വലയ്ക്ക്. അപ്പോൾ ആ വല എടുത്തുനിന്ന് വീശാൻ ആദ്യം തുടക്കക്കാർക്ക് പോലും ഈ വീഡിയോ ഉപകാരപ്പെടും. അതേ രീതിയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം മീൻ ഒഴുക്കുള്ള സ്ഥലത്താണ് നമ്മൾ വീശുന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നേരെ, അതായത് വീശി അതേ പൊസിഷനിൽ നമ്മൾ വലിക്കരുത്. ഇങ്ങനെയൊന്നും വലിക്കരുത്, ഒരിക്കലും ഇങ്ങനെ വലിക്കരുത്. ഇങ്ങനെ വലിച്ചാൽ ആ മീൻ നമുക്ക് കിട്ടത്തില്ല. ഒഴുക്കിൻ്റെ പൊസിഷൻ ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് വലിക്കാം. ആ നിന്ന് രീതിയിൽ തന്നെ വലിക്കാം. ഇല്ലെങ്കിൽ ഒഴുക്ക് ഏത് ഭാഗത്താണോ ഒഴുകുന്നത് ആ ഭാഗത്തോട് നമ്മൾ പെതുക്കെ ഒന്ന് ചരിഞ്ഞിരിക്കുക. കണ്ടോ, ഒരു ശകലം ഇങ്ങനെ മാറി വയ്ക്കുക. എന്നിട്ട് പെതുക്കെ വലിക്കുക. വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കരുത്, ഇങ്ങനെ പൊക്കി ഇങ്ങനെ വലിക്കരുത്. നമ്മുടെ ഈ പൊക്കളുണ്ടല്ലോ, നമ്മുടെ ഈ ഭാഗം, അതായത് ഈ പൊക്കളുടെ ഈ ഭാഗം, ആ ഭാഗം കണക്കാക്കി താത്ത് ഇങ്ങനെ മുട്ട് വളച്ച് ഇങ്ങനെ വലിക്കുകയാണ്. കേട്ടോ, നമ്മളിങ്ങനെ വലിക്കുകയാണ്. വലിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വലിക്കാതെ 2 സൈഡിലോട്ടാണ്. അതിങ്ങനെ കണ്ടോ, ഒരു സൈഡ് ഇങ്ങോട്ട് വലിക്കുക, അതേപോലെ തിരിച്ച് ഇങ്ങനെ വലിക്കുക. കണ്ടോ, അങ്ങനെ 2 സൈഡിലോട്ട് ആഞ്ഞ് വലിക്കുമ്പോൾ ഈ ചുരുക്കുകാലുകളെല്ലാം, മണികളെല്ലാം കൂടെ വലിഞ്ഞ് ഒരു സൈഡിലോട്ട് വരും. അതിനുശേഷം എന്തേ നമുക്ക് ഇത്രയും മതി. ഇത്രയും വരെ ഏകദേശം ഒരു മുഴം നമ്മൾ ഈ ചുരുക്കുകാലം എന്ന് പറഞ്ഞ സാധനം പുറത്തോട്ട് വിട്ടാൽ ബാക്കി നമ്മളിത് ഇവിടെ ഇങ്ങനെ അടക്കം പിടിക്കണം. ഇത് ഇങ്ങനെയൊക്കെ പിടിക്കുക, ഈ പിടുത്തം പിടിക്കണം. കേട്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് നേരെ വലിക്കുക. കേട്ടോ, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു. ഇതിന് മീനൊന്നും കാണണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഇതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. കേട്ടോ, ഇതിന് മീനൊന്നുമില്ല,
എങ്കിൽ പോലും ഞാൻ ഈ വീഡിയോ ചെയ്തത് അത് എങ്ങനെയാണ് വീശുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? അവിടെ നമുക്കിന്ന് കുറയണമല്ലോ. ഇച്ചിരി അങ്ങോട്ട് മാറ്റി നോക്കാം. ഇത്ര അഴുക്കല്ലായി. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇനി എങ്ങനെ ഈ വല വൃത്തിയാക്കും. ഇങ്ങനെ വലയിടുക. വലയിട്ടതിന് ശേഷം നമ്മൾ ഈ ചുരുക്കാലി ഇത്ര നമ്മൾ മുകളോട്ട് വലിച്ചു കയറ്റുക. അതായത് ഈ മീൻ കിട്ടാൻ വേണ്ടി സാധനമുള്ള ചുരുക്കാലി അത് നമ്മളിത് തൊടുവളയിൽ ഇങ്ങനെ പിടിക്കുക. അടുത്തേ ഈ തൊടുവളയിൽ എവിടെയാണോ, അതായത് ഈ ചുരുക്കാൽ എവിടെയാണോ കെട്ടി നിർത്തിയത് അവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് അതേ പിടിക്കുക. നേരെ മുകളിലേക്ക് 2 കുടച്ചിൽ എന്താ, 2 3 കുടച്ചിൽ എത്ര അഴുക്കായാലും കുടയുക. ഒരു ഭാഗത്ത് പിടിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേട്ടോ. വീണ്ടും അടുത്ത ഒരു ഭാഗത്ത് പിടിക്കുക. കണ്ടോ? അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ഒരു സൈഡിൽ പിടിക്കുക. വീണ്ടും ഒരു സൈഡിൽ പിടിക്കുക. വീണ്ടും അതേപോലെ തന്നെ ഒരു സൈഡിൽ മാത്രം പിടിക്കുക. എന്താ എൻ്റെ വലയിൽ കയറിയ ചപ്പ ഇത് മൊത്തം കിടക്കുന്നുണ്ടോ? വല കണ്ടോ? ഇത് അഴുക്കില്ല. ഇനിയിപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും വെച്ച് വീശാം. പക്ഷേ ഇതെന്ത് ചെയ്യണം? ജസ്റ്റ് ആ വെള്ളത്തിലോട്ടൊന്ന് ഇടുക. ആ വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ദേ നോക്കണം, ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമല്ലേ, അപ്പോൾ വെള്ളത്തിലിട്ട് തന്നെ ദേ എന്താ അപ്പോൾ അതിലെ കുറച്ച് അഴുക്കൂടെ അത് വെള്ളത്തിൽ പോകണ്ട. വല പുതിയതായതുണ്ടോ? ഇനി ഈ ചപ്പ് വീണ് അങ്ങനെ പേടി തോന്നിയോ, ഇനി ചപ്പ് വീണ് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കയ്യേലെ ഈ മാഞ്ഞാണ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരു കെട്ട് കെട്ടെ, ഇത് ഇങ്ങനെ പിടിക്കുക. ഇതിലേക്ക് നേരെ ഒരു കെട്ട് കെട്ടെ, കണ്ട തൊടുവളയനെ കൂട്ടി ഇങ്ങനെ ഒരു കെട്ട് കെട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തുള്ള എവിടെയെങ്കിലും നമ്മൾ വീശുന്ന ആ പരിസരത്ത് എവിടെയെങ്കിലും മരം ഉണ്ടെങ്കിൽ ആ മരത്തിലേക്ക് കെട്ടുക. മനസ്സിലായി? ആ മരത്തിലേക്ക് കെട്ടുക. അതിനുശേഷം എന്തേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയാലോ, പുതിയതായിട്ടൊരു വല 10,000 രൂപയുടെ മുകളിൽ ഒരു വല മേടിച്ച് ആദ്യമായിട്ടൊരു വല വീശാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ ചപ്പും അഴുക്കൊക്കെ ആകുമ്പോൾ എൻ്റെ വല പോയല്ലോ. നിങ്ങൾ ഒരു ശകലം പോലും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇതിങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതുണ്ടോ? അതെ, എന്തായാലും നമ്മൾ കമ്പനി കൂടി വീശാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല പോകുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഈ മരമില്ലാത്തടത്ത് എന്ത് ചെയ്യുമെന്ന്. എന്തായാലും വീശാൻ പോകുമ്പോൾ യാദൃശ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല പോകുന്നത്, ആരെങ്കിലും കൂട്ടുകാരൊക്കെ കാണും. അഥവാ അതിന് കൂട്ടുകാരില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തെങ്കിലും ഒരു കമ്പ് കഷ്ണം ആയിക്കോട്ടെ അവരോട്ട് കുത്തി നാട്ടുക. നമ്മുടെ മാഞ്ഞാണം എന്ന് പറയുന്നത്, അതായത് കയ്യെ കിട്ടുന്ന സാധനം നേരെ അവിടെ കിട്ടുക. ഇങ്ങനോട്ട് കുറഞ്ഞു വിടുകയാണ്. നമുക്ക് ആരുടെ സഹായം വേണമെന്നില്ല, ഒരു മനുഷ്യരുടെ സഹായം വേണം. നമുക്ക് വീശാൻ പോകാൻ വേണ്ടി ഒരുത്തരുടെ സഹായം വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെ എന്നോട് ചോദിച്ചു, ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴെല്ലാം എനിക്ക് അത്ഭുതം തോന്നി. പലരും പല രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനല്ല, വീശാൻ പോകുമ്പോൾ വല എന്താണ്, ആ വല വെച്ച് എങ്ങനെ വീശണം, വല അഴുക്കും കാര്യങ്ങളും കയറി എന്ത് ചെയ്യണം, ഒറ്റയ്ക്കായിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കണം. ഇതാണ് അതിൻ്റെ ഉത്തരം.
കഴിഞ്ഞു. ഇനി നമ്മൾ ആരുടെയെങ്കിലും പാടത്തോ പറമ്പത്തോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടുകാരോ വാതിക്കലിട്ടോ നമ്മൾ ഈ ചപ്പ് വാരിയിടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡീസൻ്റായിട്ട് അങ്ങനെ വരുന്നത് പണയെ കൊണ്ട് മാറ്റുക. ഇങ്ങനെയോട് വാരണം. നമുക്ക് വാഴയോ തെങ്ങോ തോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഴച്ചോട്ടി വാരി ഇട്ടേക്കണം. ഇതുണ്ടോ കാര്യം? അല്ല, നിങ്ങൾ ഒരു കാരണവശാലും വീശുന്ന എങ്ങനെയാണ് ഒരു കാശ് കൊടുത്ത് വല മേടിച്ച് ഇനി എങ്ങനെ ഒറ്റയ്ക്ക് കരിമീൻ വീശുന്ന വലയുണ്ട്, അതുകൂടാതെ ചെറിയ മീനുകളെ വീശിപ്പെടുന്ന വലയുണ്ട്, അതുകൂടാതെ നീട്ടുവലകൾ, അതായത് കാരി, കൂരി, ചെമ്പല്ലി, കരിമീൻ, അങ്ങനെയുള്ള എല്ലാ വലകളും എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന തൊഴിൽ വേറെയാണ്. ഞാൻ ഒരു മേശരിപ്പണിക്കാരനാണ്, അറിയാമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ മേശരിപ്പണിയാണ്. അപ്പം എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞാൻ വീശാൻ പോകുമ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, അണ്ണാ എങ്ങനെയാണ് ഇത്ര വലമല്ല അതിന് പറയുന്ന പപ്പടം പോലെ വിരിച്ച് വീശെന്നാണ് പറയുന്നത്. അങ്ങനെ വീശാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഒരു വല കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൈയിട്ട് ഞാൻ പറഞ്ഞത് കയ്യെ മാഞ്ഞാണ വിടുക. നമ്മുടെ നീളത്തിനും കൈയുടെ വീരും, അത് എൻ്റെ കയ്യിൽ കൊച്ചു കൈ ഇത് നോക്കണം, ഇതുകൊണ്ട് ഇതൊക്കെ കൊച്ചു വിരലാണ്. അപ്പം നമ്മുടെ കൈക്ക് അനുസരണമായിട്ട് 1, 2, 3 പിടി നമുക്കൊരു ബോധ്യം വേണം. എത്ര പ്രാവശ്യം നമ്മുടെ വല ഇങ്ങനെ 3 മടക്കെടുത്താൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങും എന്ന് നോക്കിയിട്ട് ആ മടക്കിന് വേണ്ടി നമ്മുടെ കൈ പിടിക്കുക. അപ്പം മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതിനകത്ത് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണം. നിങ്ങളൊരു 10,000 രൂപയുടെ വല മേടിച്ച് വീശിയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾ വീശും. ആദ്യമായിട്ടൊരു വല മേടിക്കുന്നവർ പോലും ഇനി കൃത്യമായിട്ട് വല വീശാൻ പഠിക്കും കേട്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിനീഷ് തോട്ടപ്പള്ളി, അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ എനിക്ക് വേണ്ടി ഇപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനു തോട്ടപ്പള്ളിയാണ്. അപ്പം എത്രയ്ക്കായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം വിനീഷ് തോട്ടപ്പള്ളി. ഓക്കെ.